നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം വളരെ അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ പലതാണ്. ഗ്ലോബൽ വാർമിംഗ് അടക്കമുള്ള മേഖലകൾ അതിൻ്റെ സ്വാധീനമുണ്ടാകും. അതുപോലെ തന്നെ മനുഷ്യൻ്റെ കടന്നുകയറ്റങ്ങൾ വനമേഖലകളിലും സമുദ്രമേഖലകളിലും നദീമുഖങ്ങളിലും ഒക്കെയുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ മൈനിങ് മേഖലകൾ, അമിതമായ ഖനനം, ഇതെല്ലാം പരിഗണിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുടെ ഫലമായിട്ട് കാർബൺ കൂടുതലായിട്ട് പുറത്തേക്ക് വിടുന്ന വ്യവസായങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഡീസൽ അടക്കമുള്ള വാഹനങ്ങളുടെ ആധിക്യവുമൊക്കെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാലാവസ്ഥാ മാറ്റങ്ങളുടെ മേഖല മനുഷ്യജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഇക്കോസിസ്റ്റത്തിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, സ്വാധീനങ്ങൾ ഒരുപക്ഷെ ഭൂമിയെ മനുഷ്യവാസമല്ലാത്ത ഒരു ഗ്രഹമാക്കി പോലും ഒരുപക്ഷെ കാലക്രമത്തിൽ മാറ്റപ്പെട്ടേക്കാം. ഈ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അതേക്കുറിച്ച് പഠിക്കുന്നതിനും അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിനുമൊക്കെ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള പഠന മേഖല വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആയാലും എത്രമാത്രം ഖനനം നടത്താം ഓരോ മേഖലയിലും, അതിനുവേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം പരിഗണിക്കപ്പെടുന്ന ഒരു പഠന മേഖലയാണ് യഥാർത്ഥത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയൺമെൻ്റൽ സയൻസ് എന്ന് പറയുന്ന പഠനമേഖല. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ പ്രകൃതിയുടെ സുസ്ഥിരമായ അല്ലെങ്കിൽ സന്തുലിതമായ നിലനിൽപ്പും ആവശ്യമായതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് വരും കാലത്ത് വളരെ പ്രാധാന്യമുണ്ടാവും. ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ ഈ ഒരു മേഖലയിൽ വലിയ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുന്നതിനുള്ള ക്രമങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി അടക്കമുള്ള വാഹനങ്ങൾക്ക്, അതുപോലെ തന്നെ സോളാർ അടക്കമുള്ള എനർജി സോഴ്സുകൾക്ക്, നോൺ കൺവെൻഷണൽ എനർജി ആയി ബന്ധപ്പെട്ട മേഖലകൾക്കൊക്കെ അമിതമായ പ്രാധാന്യം നമ്മൾ നൽകി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു സസ്റ്റൈനബിളായിട്ട് ഉള്ള എനർജി യൂസേജ്, അതുപോലെ തന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളൊക്കെ ഒരുപക്ഷെ നമ്മുടെ കാലാവസ്ഥയെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വളരെ അനിവാര്യമായ മേഖലകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എത്രമാത്രം ഇമ്പാക്റ്റാണ് ഈ ഒരു മനുഷ്യൻ്റെ ഇടപെടലുകളിലൂടെ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളത്. കാലാവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുന്നതിന് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളും നടപടികളുമാണ് ആവശ്യം എന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും ഉള്ള ആവാസ വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റിയും വ്യക്തമായ ഒരു പഠനം നടത്തുന്നതിനും ആ മേഖലയിലുള്ള ഇടപെടലുകൾക്കുമാണ് ഈ ഒരു പഠന മേഖല പ്രധാനമായിട്ട് ഉപയോഗിക്കപ്പെടുക. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വലിയ വളർച്ചയെ തുടർന്ന് നമുക്ക് അറിയാം, നമുക്ക് GIS അടക്കമുള്ള സാങ്കേതിക വിദ്യകളെ കാലാവസ്ഥാ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡോപ്ലർ അടക്കമുള്ള റഡാർ സിസ്റ്റം നമുക്ക് ഉരുൾപൊട്ടൽ അടക്കമുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വലിയ പലതരത്തിലുള്ള കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും നമ്മൾ മുൻകൂട്ടി അറിയുന്നതിനും അതനുസരിച്ച് വളരെ വേഗം തന്നെ നമ്മുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിച്ചു മാറ്റി അപകട നിരക്ക് വളരെയധികം കുറയ്ക്കുന്നതിനുമൊക്കെ ഈ അടുത്ത കാലത്ത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാരതം ഈ രംഗത്ത് വളരെ മുന്നേറി മുന്നോട്ട് പോയിരിക്കുന്നത് ISRO അടക്കമുള്ള സ്ഥാപനങ്ങളുടെ വലിയ തോതിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട മേഖലകളിലും ദുരന്തങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ വളർത്തിയെടുക്കുന്ന മേഖലകളിലും അത് പ്രായോഗിക തലത്തിൽ ഉപയോഗപ്പെടുത്തുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട മേഖലകളിൽ ധാരാളം പഠന തൊഴിലവസരങ്ങൾ ഇനിയുള്ള കാലത്ത് ഡെവലപ്പ് ചെയ്തു വരും. തീർച്ചയായിട്ടും അത് കേവലം കാലാവസ്ഥാ നിരീക്ഷണം മാത്രമല്ല. ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് അത് ഇക്കോസിസ്റ്റത്തെ ബാധിക്കുക എന്നതിനെപ്പറ്റി നമ്മൾക്കറിയാൻ കഴിയണം. അതുമൂലമുണ്ടായേക്കാവുന്ന തുടർന്നുള്ള പലതരത്തിലുള്ള ആഫ്റ്റർ എഫക്റ്റുകളെക്കുറിച്ച് നമുക്കറിയാൻ കഴിയണം. അപ്പോൾ ഇതൊക്കെ മിനിമൈസ് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച്, എൻവയൺമെൻ്റൽ സയൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ നമുക്ക് പഠിക്കാം. നമുക്ക് കേരളത്തിൽ തന്നെ ഇത് പഠിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ പ്രകാരമാണ് കേരളത്തിൽ BSc പ്രോഗ്രാമിനും അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളും MSc പ്രോഗ്രാമുകളും ഒക്കെ ഈ മേഖലയിൽ അവൈലബിൾ ആണ്. ഈവൻ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് മേഖലകളും നമുക്ക് മറ്റ് മേഖലകളിൽ ലഭ്യമാണ്. നമുക്ക് കേരളത്തിൽ നിലവിൽ നമുക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യപ്പെടുക.
അഗ്രികൾച്ചർ മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി PG പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്ന BSc പ്രോഗ്രാമിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നീറ്റ് സ്കോറാണ് പരിഗണിക്കപ്പെടുക. അപ്പോൾ +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി സ്ട്രീമിൽ പാസ്സായ കുട്ടികൾ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തതിന് ശേഷം കേരളത്തിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ കൂടെ നടത്തുകയും രജിസ്ട്രേഷൻ നടത്തി ഈ ഒരു പ്രോഗ്രാമിനുള്ള ഓപ്ഷൻ കൂടി കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ വളരെ പലപ്പോഴും നമ്മൾ നോക്കുമ്പോഴറിയാം, ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഏറ്റവും അവസാനം താല്പര്യമില്ലാത്ത കുട്ടികൾ ഇവിടേക്ക് വന്നു ചേരുന്നൊരു സാഹചര്യം ചിലപ്പോൾ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുണ്ടാവാൻ പാടില്ല. വളരെ താല്പര്യത്തോടുകൂടെ വളരെയധികം പൊട്ടൻഷ്യലുള്ളൊരു മേഖലയാണ്. നമുക്ക് ദുരന്ത നിവാരണ മേഖലയിലും അതുപോലെ തന്നെ സർവകലാശാലയിലെ അധ്യാപന മേഖലകളിലും UN സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മേഖലകളിലുമൊക്കെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. അന്താരാഷ്ട്ര തലത്തിലൊക്കെ കമ്പനികളുടെയൊക്കെ കെമിക്കൽ ഒരു ഫെർട്ടിലൈസർ കമ്പനി, ആ ഫെർട്ടിലൈസർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും ഉണ്ടാവും. വലിയ വ്യവസായശാലകൾക്ക് ചുറ്റും ഗ്രീൻ വനങ്ങൾ നിർമ്മിച്ചുകൊണ്ടൊരു ഗ്രീൻ ഹൗസ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്, രൂപപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. അതൊരു നയപരമായ തീരുമാനം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വെരിഫൈ ചെയ്യാനായിട്ട് അവിടെ ഉദ്യോഗസ്ഥർ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ തൊഴിൽ മേഖലകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അപ്പോൾ ഈ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ താല്പര്യമുള്ള ആൾക്കാരുടെ കുട്ടികളുടെ മുമ്പിലുള്ള അവസരമാണ് നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കേരളത്തിൽ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിട്ട് നമുക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു പ്രീമിയം കോഴ്സ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ഇതിൻ്റെ അവസാനത്തെ സെമ്മുകളൊക്കെ ആകുമ്പോൾ നമ്മൾ ഫിഷറി സയൻസും ഓഷ്യൻ ബയോളജിയും ഫോറസ്ട്രിയും അടക്കമുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ പല സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ആ കാലാവസ്ഥാ സംരക്ഷണ സംവിധാനങ്ങളുമായി ഇടപഴകുന്നതിനും അതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനുമുള്ള അവസരങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വരുത്തേണ്ട നയ രൂപീകരണവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികളുണ്ട്. ജിയോ ഇമേജിംഗ് പോലുള്ള മേഖലകളിലൊക്കെ ജിയോ ഇമേജിംഗ് പോലുള്ള മേഖലകളിലൊക്കെ നമുക്ക് പരിശീലനം ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട ഡോപ്ലർ റഡാറുകളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നമുക്ക് സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അനാലിസിസുകൾ നമ്മളിവിടെ നടത്താനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നമ്മൾ സാധാരണഗതിയിൽ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പരിചയിച്ചിട്ടില്ലാത്ത വിവിധ മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും വിവിധങ്ങളായിട്ടുള്ള വളരെ റെയറായിട്ടുള്ള പൊതുസമൂഹത്തിന് ഒരു പക്ഷേ കേട്ടിട്ട് പോലുമില്ലാത്ത പലവിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള അത് പഠിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനും സാധിക്കുന്ന തരത്തിലുള്ളൊരു കരിയർ മേഖല തന്നെയാണ് ഈ ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാലിക പ്രസക്തമായ തൊഴിലവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കൂടാതെ മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും ഇതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിന് വെളിയിലും വിവിധ യൂണിവേഴ്സിറ്റികൾ, വളരെ പ്രീമിയമായിട്ടുള്ള നിരവധി യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിലേക്കൊക്കെ കടന്നു ചെല്ലാൻ തീർച്ചയായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്ട്രീമിൽ 50% മാർക്കോടെ പാസ്സായ കുട്ടികൾക്കാണ് അവസരമുള്ളത്. നീറ്റ് എക്സാമിനേഷൻ അതിൻ്റെ സിലബസ് നമുക്കറിയാം. ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗവും രണ്ടാമത്തെ ഭാഗത്ത് ബയോളജി, സുവോളജി, ബോട്ടണി സബ്ജക്റ്റുകൾ ഉൾക്കൊള്ളുന്ന ഭാഗവുമാണ്. 4 മാർക്കാണ് ശരി ഉത്തരത്തിന് കിട്ടുക, 1 മാർക്ക് തെറ്റുത്തരത്തിന് കുറവ് ചെയ്യും, മൈനസ് മാർക്കുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ മികച്ച സ്കോർ നേടിക്കഴിഞ്ഞിട്ട് കീം രജിസ്റ്റർ ചെയ്തിട്ട് ഓപ്ഷൻ കൊടുക്കുന്ന കുട്ടികൾക്കാണ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന കോഴ്സിലേക്ക് BSc പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് പോകാൻ വളരെയധികം താല്പര്യമുള്ള കുട്ടികൾക്ക് ഇന്ത്യയുടെ കാലാവസ്ഥാ ശാസ്ത്ര മേഖലകളിൽ വർക്ക് ചെയ്യാനും അന്താരാഷ്ട്ര കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഒക്കെ UN ഓർഗനൈസേഷൻ അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളിലും വിവിധ റിസർച്ച് ഓർഗനൈസേഷൻസിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ അവസരങ്ങൾ ധാരാളം ഒരുക്കപ്പെടുന്ന ഒരു മേഖലയാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഡാം സേഫ്റ്റി അതോറിറ്റി അടക്കമുള്ള മേഖലകളിലൊക്കെ തൊഴിലവസരങ്ങൾ നമുക്ക് മുമ്പിൽ ലഭ്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ധാരാളം സാധ്യതകൾ ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്ന മേഖല. വളരെ താല്പര്യപൂർവ്വം ആ മേഖല ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മുമ്പിലുള്ള മികച്ച അവസരങ്ങൾ
ഉണ്ട്. അതുകൊണ്ട് +2-ന് സയൻസ് സ്ട്രീമിൽ ജോയിൻ ചെയ്യുന്നത് മുതൽ നമ്മുടെ കരിയർ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ളവർ. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഒരു മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ലോജിക്കൽ തിങ്കിങ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. കൂടാതെ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യാനും നമുക്ക് ഒബ്സർവേറ്ററീസ് വർക്കുകൾ ഉണ്ടാകാം. അതുകൂടാതെ പലപ്പോഴും നമുക്ക് നേരിട്ട് സർവേയും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി വളരെ വിദൂരമായ വനാന്തരങ്ങളിലും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ടെറൈനുകളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ്, ഒരു താല്പര്യം, ഇതൊക്കെയുള്ള കുട്ടികൾക്കാണ് തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കാൻ കഴിയുക. ഒരിക്കലും ഒരു മോശം മേഖലയായിട്ട് കരുതേണ്ടത് കാര്യമില്ല. കാരണം നമുക്കറിയാം, ഇപ്പം ഒരു മഴ പെയ്യുന്നു, മഴ പെയ്യുമ്പോൾ ആ മഴയുടെ അളവ് എത്രയായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ സർക്കാർ അലേർട്ട്സുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ അലേർട്ടുകളൊക്കെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കാലാവസ്ഥയിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന, അതിൽ വലിയ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖലയായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് സ്വയം സജ്ജരാകാനും കഴിയുമെങ്കിൽ മികച്ച അവസരങ്ങളാണ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയൺമെൻറ്റൽ സയൻസ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്.